ആവശ്യം ഉണ്ടാവുമല്ലോ, ഒരു എത്ര സ്ഥലം വേണം അല്ലെങ്കിൽ ഏത് ടൈപ്പ് സ്ഥലത്താണ് കൃഷി നമുക്ക് സാധ്യമാവുക? അപ്പോൾ അതിനെപ്പറ്റി തേനീച്ച കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് 1 സെൻറ്റ് സ്ഥലത്താണെങ്കിലും നമുക്ക് തേനീച്ച കൃഷി ചെയ്യാം. ഒരു കുട്ടിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടിക്ക് നമുക്ക് ചെയ്യാൻ എളുപ്പമായിട്ട് ഒരു ആൾ ഒഴിഞ്ഞ സ്ഥലമെന്നോ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലം വേണമെന്നോ ചെറിയ സ്ഥലം അങ്ങനെയൊന്നുമില്ല. ഒരു പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു സ്റ്റാൻഡിൽ വെച്ചിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു അത്രയും നമ്മൾ കൂട് നമ്മൾ ആ ഈച്ചനെ നമ്മളിപ്പോൾ കൂട് കണ്ടുണ്ടാകും. കണ്ടപ്പോൾ ഈച്ച അറിയാതെ നമ്മൾ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള പേടി മാറിയിട്ട് പേടിക്കാൻ പാടില്ല, അതേപോലെ ചെയ്യാം. അത് നമ്മൾ തേനാവുന്ന സമയത്ത് മാത്രമേ നമുക്ക് പ്ലോട്ടിൽ, അതായത് റബ്ബർ തോട്ടങ്ങളിൽ നമ്മൾ പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തേനീച്ചപ്പെട്ടി തോട്ടത്തിലൊക്കെ നിറയെ വെച്ചിട്ടുണ്ടാവും. അത് ആ തേനാവുന്ന സമയത്താണ് നമ്മളങ്ങനെ സമയത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിട്ട് കണ്ടിട്ടുണ്ടാവും കൃഷിയിലേക്ക് ആദ്യമൊക്കെ വന്ന ആ സമയത്ത് ഇതുണ്ടാവുമല്ലോ, ഓരോ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നങ്ങൾ എല്ലാവരും കാണുമ്പോൾ വിചാരിക്കും ഫിനാൻഷ്യലി ഭയങ്കര പ്രശ്നമാണ്, കാണുമ്പോൾ തോന്നുന്നവർക്കാണത്. പക്ഷേ അതൊന്നും ഒരു വിഷയമല്ലാതെ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാം. ഫിനാൻഷ്യലി നമുക്ക് ഇത്ര എമൗണ്ട് ഇറക്കി ചെയ്യാൻ അതൊന്നും ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങണമെങ്കിൽ 0 ബാലൻസിൽ നമുക്ക് തുടങ്ങാം, എളുപ്പമാണ്. തേനീച്ചയ്ക്ക് അങ്ങനെ ഒരു ഡിസീസ് ഉണ്ട്, പക്ഷേ നമ്മളത് അതിനിതുവരെ പ്രത്യേകിച്ച് മരുന്നുകളോ അതൊന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അത് ഈ ഈൽഡിനെ ഈൽഡ് കുറയ്ക്കും, നമ്മളുടെ മെയിൻ്റെനൻസിനനുസരിച്ചിരിക്കും നോക്കുന്നത്. അതിനാണ് നമ്മൾ ഒരു കുട്ടിയെ നമ്മളെങ്ങനെ നോക്കുക, പരിപാലിക്കേണ്ട സമയത്ത് പരിപാലിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു അടി കൊടുക്കുന്ന പോലെയൊക്കെ ആ ഒരു ഇതിൽ നമ്മൾ ആ കൂടിനെ ആ സ്ഥലത്ത് നിന്ന് മാറ്റുക. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അതിനെ ഒരുപാട് കെയർ കൊടുക്കേണ്ടതാണെങ്കിൽ കുറച്ചുകൂടി കെയർ കൊടുക്കണം. അത് വരികയാണെങ്കിൽ ഒരു കൂടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കൂടിലേക്ക് സ്പ്രെഡാകും, നമ്മൾ ശ്രദ്ധിച്ചു. അങ്ങനെ നമുക്ക് പരിചയം വേണം, അറിയാം. മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് കൃഷി തുടങ്ങുമ്പോൾ നമ്മൾ മെയിൻ്റെനൻസിൻ്റെ രീതിയിൽ എന്തൊക്കെ ചെയ്യേണ്ട ആവശ്യം? നമ്മൾ ആദ്യം കൂട് കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. ഒരു കൂടിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ആ ഒരു ബോട്ടം തുറന്നു കഴിഞ്ഞാൽ ഈ ഈച്ചയെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് അഗ്രസീവായി, അവർ അഗ്രസീവാണ്, നമ്മളോട് ഇണങ്ങുന്ന ജീവിയല്ല ഒരിക്കലും. അപ്പോൾ അതിനോട് നമ്മൾ ഇണങ്ങി ഏറ്റവും കൂടുതൽ നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അറബി വെയിലുണ്ട്, മുഖത്തിന് വെയിലുണ്ട്, അതുപോലെ സ്മോക്ക് പുക വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കാണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യാറുണ്ട്. ശരീരത്തിന് ഒരു വീക്കം വരും, അത്രയും വേറെ ഒന്നും സംഭവിക്കും. ഈ ഫ്രണ്ട്സിനെ കോമ്പിൽ നിന്ന് നമ്മൾ ആകെ എക്സ്പെക്ട് ചെയ്തു, പക്ഷേ അതേപോലെ നമ്മൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അങ്ങനെയല്ല. ഒരു തേനീച്ച പെട്ടിയിൽ നിന്ന് നമ്മൾ തേനെടുക്കുന്നത് ഒരു 10 ദിവസം കൂടുമ്പോഴാണ്. നമ്മൾ പെട്ടി കണ്ടില്ല, തേനീച്ച പെട്ടിയുടെ മേൽഭാഗത്താണ് തേൻ അറാതെ വെച്ചത്. അതിന് മാത്രമേ തേൻ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാറുള്ളൂ. അത് നമ്മൾ ഒരിക്കലും കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കില്ല, കയ്യിൽ നല്ല ഉറകളൊക്കെ ഇട്ട് നല്ല അക്സാസ് ചെയ്യുന്ന ഒരു ഞങ്ങളെപ്പോഴും തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം എപ്പോഴും ഇവിടെ വന്നിട്ടാണെങ്കിലും ആദ്യം ചോദിക്കുന്നത് ഇത് ഒറിജിനലാണോ. അത് കേൾക്കുമ്പോൾ ശരിക്കും നിങ്ങളെ കുട്ടീനെ നിങ്ങൾ നിർത്തിയിട്ട് ഇത് നിങ്ങളെ കുട്ടീനെയാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എത്ര വേദന വരും. ആ ഒരു സങ്കടം തന്നെ. പക്ഷെ അത് പുറമേ നമ്മളത് പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല, അത് പൊതുവെ അങ്ങനെയാണ്. നമ്മളെ ടീച്ചേഴ്സ് നമ്മളിപ്പോൾ ഇവിടെ ക്ഷണിച്ചു, ടീച്ചേഴ്സ് എല്ലാവരും വിളിച്ചത് നമ്മളെ ഫാം, നമ്മളെ സ്ഥലം, നമ്മളെങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടാണ് അവർ വന്ന് വിളിക്കുന്നത്. അവർ മുഖേന പറഞ്ഞിട്ടാണ് ഇവർ ഇത്രയും ചെയ്ത് നടക്കുന്നത്, സാധനങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾക്കറിയാം, ഞങ്ങളിവിടെ കണ്ടതാണ്, ഇവർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്ര എടുക്കുന്നത്. അല്ലാതെ ഞാനൊരു സൂപ്പർമാർക്കറ്റിൽ വന്ന് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നു, നല്ല തേനാണ് ഞങ്ങൾ ചെയ്യുന്നതാണ്, ഞാൻ അഡ്രസ്സ് കാണിച്ചു തന്നാൽ നിങ്ങളെ ഫോണിൽ നോക്കി ഇങ്ങനത്തൊക്കെ വേണം ചെയ്യാൻ. അപ്പോൾ അത് എളുപ്പമായില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു കർഷകൻ അവിടെ അടുത്തുണ്ടാകുമ്പോൾ ആ ഒരു കർഷകൻ വീട്ടിൽ പോയി ചെയ്യുന്നതാണെന്ന് കണ്ടറിഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുറമേ വിപണിയിൽ ഇഷ്ടംപോലെ തേനുകളുണ്ട് അങ്ങനെ. അപ്പോൾ വേൾഡിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വന്നതിൽ, വേൾഡിൽ ഡാബർ അടക്കം ടെസ്റ്റ് ചെയ്ത് വന്നതിലൊക്കെ പശയുടെ ആവശ്യമുണ്ടെന്നാണ്. പക്ഷെ അതാണ് ഇപ്പോഴും ചെയ്യുന്നത്. അതിൽ കൂടുതലും അത് തന്നെയാണ്. അത്രയും ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് വന്ന് നല്ല ആൾക്കാർ ആരാന്ന് കണ്ടറിഞ്ഞ് മേടിക്കും. സ്വയം എല്ലാവരും മനസ്സിലാക്കി ഒരു കർഷകരുണ്ടെങ്കിൽ വിശ്വാസമായിട്ട് നമുക്ക് അറിയാം. ഇപ്പോൾ നിങ്ങൾ പോയാലും കുറച്ച് പേർക്ക് കോൺടാക്ട് നമ്പർ അറിയുന്നവർ അവർ നമ്മൾ അന്ന് കണ്ടതാണ്, അന്ന് നമ്മൾ മേടിച്ചതാണ് അന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും മേടിക്കും. അത് നമ്മുടെ ഇന്ത്യയിലില്ല, ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളിൽ അഫിതെറാപ്പി എന്ന് പറഞ്ഞ് ചെയ്യുന്നത്.
ഒരാളുടെ സ്കിന്നും ശരീരം ഒക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ നമ്മൾ 1 2 പെട്ടി വളർത്തുന്ന സമയത്ത് 2 3 ഈച്ചകൾ നമ്മൾ കുട്ടികൾ കഴിക്കുന്ന ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. നമുക്ക് പനി വരും, ജലദോഷം വരും, സ്കിന്നിന് ഒരു തണുപ്പ് വരും, നമ്മൾ പേടിക്കും. അതൊന്നും ഒരു വിഷയം, നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഒന്നും ചെയ്യണ്ട, നമ്മൾ പ്രൊഡക്റ്റായിട്ട് ഇറക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. അപ്പോൾ തേൻ കാന്താരി എന്ന് പറയുന്നത് നമ്മൾ ഒരു 1/2 കിലോ തേൻ, ഈ 1/2 കിലോ തേനിൽ 1/2 കിലോ മുളക് മാത്രം ചേർക്കും. അത് ഈ സാധാരണ നമ്മൾ ചെയ്യുന്ന എന്താ പറയുക കാന്താരി മുളക്, അത് അങ്ങനെ വെട്ടി പൊട്ടിച്ച് വെയിലത്തൊന്നും വെക്കും. ചൂടായി ഒന്ന് വെള്ളത്തിൽ കഴുകുന്നതാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് 46 ദിവസം സെയിം അതാണ് അങ്ങനെ കഴിച്ച് നോക്കിയാൽ ശരിക്കും തേനിൽ 40 ദിവസം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തേനിൻ്റെ ഒരു എന്താണ് മുളകിൻ്റെ ആ ഒരു എരിവുണ്ടാവില്ല. നാച്ചുറൽ തേനിങ്ങനെ എക്സ്പയറി ഡേറ്റ് വരും. നമുക്ക് നാച്ചുറൽ തേനിന് എക്സ്പയറി ഡേറ്റ് ഇല്ല, പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞ ഫുഡ് സേഫ്റ്റി അസിസ്റ്റൻസ് നമുക്കത് 18 മാസം നമ്മൾ എഴുതണം. അത് നിയമമാണ്. ആ ഒരു നിയമപ്രകാരം ചെയ്യുന്നില്ല. അല്ലാതെ തേൻ എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മളിപ്പോൾ പറയും വീട്ടിലെ മമ്മീൻ്റെ മുമ്പിൽ നമ്മൾ പഠനങ്ങൾ കണ്ടില്ലേ, ഇപ്പോഴും ആ മമ്മി ആ ഒരു ശരീരം ഒരു കേടുമില്ലാതെ തേനിലിട്ട് വെച്ചിട്ടുണ്ട്. ആ തേനിനും ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു മാറ്റമില്ല. എൻ്റെ ആവുമ്പോൾ കിട്ടുന്നതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൂടുകൾ ചില കൂടുകൾ ഇപ്പോൾ നമ്മളിവിടെ വെച്ചിരുന്ന അടുപ്പിച്ചിട്ടുള്ളപ്പോൾ കൂടുതൽ വരുന്നുണ്ട്. ഇവിടെ ഇസ്ലാം വാക്സിൻ മൊത്തം എടുത്തിട്ട് മാറ്റി വെച്ചു. അതുപോലെ കേടാകുന്നതും അതിൻ്റെ ഡിസിറ്റ് വന്ന കൂടുതലാണ്. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകും. ഇതിനുള്ള സാധനമായതുകൊണ്ട് ഇവർ ഭാഗത്തിരിക്കാൻ ചിലപ്പോൾ പറഞ്ഞു പോകും. പറഞ്ഞു പോകുമ്പോൾ വാക്സിൻ അത് ചെറിയ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേനേക്കോമ്പുകളുണ്ട് തേനീച്ച, അത് നമ്മൾ ആവശ്യമില്ല. ഇതെല്ലാം നമ്മൾ ചെയ്യും. അവിടെ കണ്ടിരുന്നു തേനീച്ചനെ, അവിടെ നമ്മളെല്ലാം കൂടി പ്രോസസ് ചെയ്യും. അതായത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു തുണിയിൽ അരിച്ച് കഴിഞ്ഞ് ഇതുപോലെ വാക്സിൻ പോലെ ഈ വാക്സിനാണ് ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ ബദാം ഓയിൽ. ചൂട് നമുക്ക് വെറുതെ വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലത്, കുറച്ചുകൂടി ക്വാളിറ്റിക്ക് നമ്മുടെ ശരീരത്തിന് സ്കിന്നിന് നല്ലതാണ്. അവരൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അവർ കൂടി ചേർക്കാൻ മോയ്സ്ചറൈസറിലും അതിൽ തന്നെ സംഭവിച്ചത് ബദാം ഓയിൽ ചേർക്കുന്നത് ഏത് സ്കിന്നേഴ്സിനും നമുക്ക് കുറച്ചും കൂടി തേക്കാൻ വിശ്വാസമാണ്. ആ കളറ് കണ്ടാലേ അറിയാം, ഒരു ഒലിവ് ഓയിലിൻ്റെ കളർ തന്നെയാണ് കൂടുതൽ ചേർത്ത് ധൈര്യത്തിൽ ചേർത്ത്. നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിലും വാക്സിൻ ശരിക്കും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലർ പറയും ഞങ്ങൾക്ക് ഇപ്പോൾ ഈ മാഡം നമുക്ക് പറഞ്ഞ ഒലിവ് ഓയിൽ സ്കിന്നിന് അവർക്ക് പറ്റില്ല പറഞ്ഞു. അതേപോലെ തന്നെ ആ വാക്സിൻ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ ഇരിക്കുക നിങ്ങൾക്ക് ചെയ്യാം. വെറുതെ ഇപ്പോൾ നമ്മളിവിടെ ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞ് കാട്ടിയാൽ അതിനാണ് ഡ്രൈ വരും. ആ ഡ്രൈ ആകുമ്പോൾ നമുക്ക് തേക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യാം. കുട്ടികൾക്ക് വരെ ചെയ്യാം. ചെറിയ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ലിക്വിഡ് തേച്ച് കണ്ണിൽ മിക്സ് ചെയ്യാൻ ചില കാണുമ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാൽ കളർ വരുന്നതാണ്. അത് തേച്ച് ആൾ ഇറക്കാൻ തുടങ്ങി. അപ്പം ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു ഇറക്കിയാൽ കുഴപ്പമുണ്ടാകും, ഇത് കുഴപ്പമില്ല. വാക്സാണ് നമുക്ക് ധൈര്യത്തിൽ കഴിക്കാം. അതേപോലെ തന്നെ ഒരു ഓയിലാണ് വെളിച്ചെണ്ണയാണ് കഴിച്ചിട്ട് ഒരു പ്രശ്നമില്ല. സ്മെല്ലിന് വേണ്ടി നമ്മൾ സാധാരണ ഒരു ക്വാളിറ്റിയിൽ ചെറുത് ചെയ്യും. ഓൺലൈനിലൊക്കെ നോക്കിയിട്ടാണ് കുറച്ച് സ്മെല്ല് നല്ല സ്മെല്ലുകൾ വരും. ജാസ്മിൻ അതുപോലെ തന്നെ നല്ല നല്ല മണങ്ങൾ വരും. കുറച്ചൊരു കുറച്ച് വൈകി നോക്കി കഴിഞ്ഞാൽ ഒരു ഗ്രാമീണ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുള്ളൂ. പക്ഷെ അത് ചേർത്താൽ നല്ല മണം. അത് കുറച്ചുകൂടി ഫുഡിന് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിനൊക്കെ ചേർക്കാൻ പറ്റുന്ന നല്ല കഴിക്കാം. അങ്ങനെയൊക്കെ ഉപയോഗിക്കും. നമ്മൾ പിന്നീട് ചെയ്യുന്ന സമയമാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ കുറേ കാണുന്ന കളറിലും അങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയ സേഫ്റ്റി അങ്ങനെ നോക്കി ചെയ്യണം. അപ്പോൾ ഇതിൽ ലിപ് ബാമിൽ ഇല്ല നമുക്കതിന് വലിയ കേടുകളില്ലാത്ത സംഭവം അതാ ചെയ്യുന്നത്. അതിൽ അതിനെ നമ്മൾ നോക്കുമ്പോൾ വാങ്ങിക്കുമ്പോൾ ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ സ്കിന്നിന് ലിപ്പിലൊക്കെ തേക്കുന്നതെന്ന് നമ്മൾ മെൻഷൻ ചെയ്താൽ തന്നെ അതിൽ അങ്ങനെ കാണും. അങ്ങനെ മാത്രമുള്ളതേ ഉപയോഗിക്കാൻ പാടുള്ളൂ.